അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ജമാഅത്തെ ഇസ്ലാമിയും സയ്യിദ് മൗദൂദിയുമൊക്കെ ധാരാളമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ്, സന്ദർഭത്തിലാണ് നമ്മളുള്ളത് എന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയും സയ്യിദ് മൗദൂദിയും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നത് വളരെ കൗതുകമുള്ള ഒരു ചോദ്യമാണ് എന്ന് നമ്മൾ പലപ്പോഴായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഇസ്ലാമിക പ്രസ്ഥാനം അത് രൂപീകരിക്കുന്നത് 1941 അഥവാ ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭ്യമാകുന്നതിൻ്റെ, ഇന്ത്യ വിഭജിക്കപ്പെടുന്നതിൻ്റെ ഏകദേശം 6 വർഷങ്ങൾക്ക് മുമ്പാണ് അവിഭക്ത ഇന്ത്യയിൽ 1941 ഓഗസ്റ്റ് മാസത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തിന് രൂപകൽപ്പന നടത്തുന്നത്. ഇന്ത്യയുടെ വ്യത്യസ്തമായ ഭാഗങ്ങളിലുള്ള പ്രഗത്ഭരായ 72ഓളം വരുന്ന പണ്ഡിതന്മാരും നേതാക്കന്മാരും ലാഹോറിൽ ഒരുമിച്ച് കൂടിക്കൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തിന് രൂപീകരണം നടത്തുന്നത്. അതിൻ്റെ പ്രഥമ അമീറായി തിരഞ്ഞെടുക്കപ്പെടുന്നത് 36 വയസ്സ് പ്രായമുണ്ടായിരുന്ന സയ്യിദ് അബുൽ അല മൗദൂദി എന്ന് പറയുന്ന വ്യക്തിത്വമാണ്. 1979 വരെ അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ എന്ന് പറയുന്ന ചുമതല വിഭജനത്തിന് മുമ്പ് അവിഭക്ത ഇന്ത്യയിലും വിഭജനാനന്തരം പാകിസ്ഥാനിൽ രൂപീകരിക്കപ്പെട്ട ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറായിക്കൊണ്ടും അദ്ദേഹം തുടരുന്നുണ്ട്. 1941 ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഇസ്ലാമിക പ്രസ്ഥാനം രൂപീകരിക്കുന്ന അതിൻ്റെ പശ്ചാത്തലം എന്താണ്? എന്തിനു വേണ്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കിയത്? മുസ്ലിം സമുദായത്തിനകത്ത് സംഘടനകളുടെ കുറവ് അനുഭവിക്കുന്നത് അങ്ങനെ പൂർത്തീകരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമല്ല ജമാഅത്തെ ഇസ്ലാമി. അതിൻ്റെ രൂപീകരണ സന്ദർഭത്തിൽ തന്നെ സയ്യിദ് അബുൽ അല മൗദൂദി അത് വളരെ കൃത്യമായി വ്യക്തമാക്കുകയും ചെയ്ത കാര്യമാണ്. എന്ന് പറഞ്ഞാൽ സംഘടനയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ കേവലം ഒരു സംഘടനയല്ല ജമാഅത്തെ ഇസ്ലാമി, മറിച്ച് ആ സംഘടന രൂപീകരിക്കുന്നത്, ആ ഒരു പ്രസ്ഥാനം രൂപീകരിക്കുന്നതിന് കൃത്യമായ ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം അദ്ദേഹം തന്നെ തർജുമാനുൽ ഖുർആൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന പ്രസിദ്ധീകരണം, അൽ ജംഇയ്യ എന്ന് പറയുന്ന ജമിയത്തുൽ ഉലമായെ ഹിന്ദിൻ്റെ നേതൃത്വത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്ന പ്രസിദ്ധീകരണാലയത്തിൽ 1928 വരെയാണ് അദ്ദേഹം ജോലി ചെയ്തത്. പിന്നീട് അവിടുന്ന് ആ പ്രസ്ഥാനവുമായി ചില നിലപാടുകളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ടുകൂടിയാണ് അദ്ദേഹം അവിടുന്ന് പുറത്തിറങ്ങുന്നത്. പിന്നീട് അദ്ദേഹം സ്വന്തമായി തർജുമാനുൽ ഖുർആൻ എന്ന പേരിൽ ഒരു പ്രസിദ്ധീകരണം ആരംഭിക്കുകയാണ് ചെയ്തത്. ആ പ്രസിദ്ധീകരണം സ്വന്തമായി ആരംഭിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ചിന്തകളും ആശയങ്ങളുമൊക്കെ ഇസ്ലാമികമായ പ്രമാണങ്ങളുടെയും ചരിത്രത്തിൻ്റെയും പിൻബലത്തിൽ നിന്നുകൊണ്ട് വർത്തമാന കാലഘട്ടത്തിൻ്റെ ആവശ്യകതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് 20-ാം നൂറ്റാണ്ടിൻ്റെ ആ ഒരു കാലഘട്ടത്തിൻ്റെ ഇസ്ലാമികമായ പ്രതിസന്ധികളും വെല്ലുവിളികളും പരീക്ഷണങ്ങളും എന്തെല്ലാമാണ് എന്ന് കൃത്യമായി വിശകലനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രചനകൾ ആരംഭിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ രചനകളുടെ കൂട്ടത്തിൽ അദ്ദേഹം തർജുമാനുൽ ഖുർആൻ എഴുതിയ ആയിരക്കണക്കിന് ലേഖനങ്ങളുണ്ട്. അത് പലതും പിന്നീട് പുസ്തകങ്ങളായിട്ടുണ്ട്. അതിന് പുറമെ അദ്ദേഹം സ്വതന്ത്രമായി ധാരാളം പുസ്തകങ്ങൾ വേറെയും എഴുതിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ തർജുമാനുൽ ഖുർആൻ എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിൽ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു തലക്കെട്ട് എക് സാലിഹ് ജമാഅത്ത് കി സറൂറത്ത് എന്ന് പറയുന്ന ഒരു ലേഖനമുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഒരു നല്ല ഒരു സംഘടനയുടെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ആ ആവശ്യം, എന്താണ് ഒരു ഇസ്ലാമിക പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഒരു പ്രസ്ഥാനം രൂപീകരിക്കുന്നതിന് ന്യായം എന്താണ് എന്ന് അദ്ദേഹം വളരെ കൃത്യമായി ആ ലേഖനത്തിൽ സമർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അദ്ദേഹം എഴുതിയ ഒരു പ്രധാനപ്പെട്ട ലേഖനത്തിൻ്റെ തലക്കെട്ട് ഹയ്യ അലൽ ഫലാഹ് എന്നായിരുന്നു, വിജയത്തിലേക്ക് വരിക. എന്ന് പറഞ്ഞാൽ മുസ്ലിം ഉമ്മത്ത് ഇങ്ങനെ പരാജയപ്പെട്ട് തളർന്ന് അധപ്പതനത്തിൻ്റെ പടുകുഴിയിലേക്ക് നിരന്തരം എടുത്തെറിയപ്പെട്ട് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട് എല്ലാവരാലും അകറ്റി നിർത്തപ്പെടുന്ന ഒരു വിഭാഗമായി മാറേണ്ടവരല്ല.
മറിച്ച് അവർ ഉന്നതങ്ങളുടെ പടവുകൾ ചവിട്ടിക്കയറി ഏറ്റവും ഉന്നതമായ വിജയം നേടേണ്ടവരാണ്. അതിന് അദ്ദേഹം നൽകിയ തലക്കെട്ട് ഹയ്യ അലൽ ഫലാഹ് എന്നായിരുന്നു. ആ തലക്കെട്ടിൽ അദ്ദേഹം എഴുതിയ ലേഖനവും ഇങ്ങനെ ഒരു പ്രസ്ഥാനം രൂപീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്ക് വിരൽ ചൂണ്ടുന്ന ലേഖനമായിരുന്നു. ഇതിൻ്റെ എല്ലാം അന്തസത്ത എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയുടെ ഇസ്ലാമികമായ ചരിത്രത്തിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ചു നോക്കൽ അനിവാര്യമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. വളരെ കൃത്യമായി 1920-കളിൽ ഇസ്ലാമിൻ്റെ ഖിലാഫത്ത് തകർക്കപ്പെട്ടു എന്ന് നമുക്കറിയാം. അത് വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് കൂടിയാണ് ഇസ്ലാമിക ഖിലാഫത്ത് നാമാവശേഷമായി മാറുന്നത്. തുർക്കിയിൽ ഉണ്ടായിരുന്ന ആ ഒരു സംവിധാനം ഇല്ലാതായതോടുകൂടി ഇസ്ലാമിൻ്റെ ചരട് പൊട്ടിപ്പോവുകയും മുസ്ലിം ഉമ്മത്തിനു കോർത്തിണക്കിയിരുന്ന ആ സംവിധാനം തന്നെ ഇല്ലാതാവുകയും അതോടുകൂടി ഇസ്ലാം തന്നെ നാമാവശേഷമായി തീർന്നിരിക്കുന്നു എന്ന് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ തീരുമാനിക്കുകയും ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു അത് എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അഥവാ പാശ്ചാത്യൻ ലോകത്ത് രൂപപ്പെട്ട ഒരു മതസങ്കല്പമുണ്ട്. ആ മതസങ്കല്പം എന്ന് പറയുന്നത് ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസർക്കുള്ളത് സീസർക്കും എന്ന് പറഞ്ഞാൽ ആരാധനകളും അനുഷ്ഠാനങ്ങളും ആരാധനാലയങ്ങളുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് മതം എന്ന് പറയുമ്പോൾ വളരെ പരിമിതമായ കള്ളികോളങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ബൗണ്ടറിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ടവരാണ് മതത്തിൻ്റെ വക്താക്കൾ. അതിനപ്പുറമുള്ള രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക, സദാചാര, സാംസ്കാരിക, നാഗരിക, വിദ്യാഭ്യാസ ഇങ്ങനെ മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുന്ന മേഖലകളിലേക്ക് മതത്തിന് യാതൊരു റോളും നിർവഹിക്കാനില്ല. അതുകൊണ്ട് മതം ആരാധനാലയങ്ങളിൽ പരിമിതപ്പെടണം. മതം ആരാധന കർമ്മങ്ങളിൽ മാത്രം ഒതുങ്ങണം. മതം എന്ന് പറയുന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു സ്വകാര്യ ഇടപാട് മാത്രമായി പരിമിതപ്പെടണം എന്ന ഒരു മതത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് പാശ്ചാത്യൻ ലോകത്ത് രൂപപ്പെട്ട ഒരു ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ആ രൂപപ്പെട്ട ചരിത്രം ലോകത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള നിരന്തരമായ ശ്രമങ്ങൾ യഥാർത്ഥത്തിൽ യൂറോപ്പിൻ്റെയും പാശ്ചാത്യൻ രാജ്യങ്ങളുടെയും അധിനിവേശ കാലഘട്ടങ്ങളിൽ അഥവാ ഇന്നത്തെ മുസ്ലിം രാജ്യങ്ങളിൽ മഹാഭൂരിപക്ഷവും ഒരു കാലത്ത് ഇത്തരം രാജ്യങ്ങളുടെ കോളനികളായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കോളനികളായിരുന്ന സന്ദർഭങ്ങളിൽ അവരുടെ കോളനിവൽക്കരണത്തിലൂടെ അവരുടെ അധിനിവേശ ജൈത്രയാത്രയിലൂടെ കേവലം അധികാരപരമായ സാമ്പത്തികമായ അധിനിവേശം മാത്രമല്ല അവർ നടത്തിയത്, മതപരമായ അധിനിവേശം കൂടിയാണ്, സാംസ്കാരികപരമായ അധിനിവേശം കൂടിയാണ്. ആ മതപരവും സാംസ്കാരികപരവുമായ അധിനിവേശത്തിൻ്റെ ഭാഗമായി മുസ്ലിം രാജ്യങ്ങളിൽ പ്രവാചകന്മാരുടെ പാരമ്പര്യം കൊണ്ട് അനുഗ്രഹീതമായ നാടുകളിൽ പോലും അവർ നടത്തിയ ഈ അധിനിവേശ തേരോട്ടത്തിൻ്റെ ഭാഗമായി പാശ്ചാത്യൻ ലോകത്ത് രൂപപ്പെട്ട ഈ വികൃതമായ വൈകല്യങ്ങൾ നിറഞ്ഞ മതസങ്കല്പം അഥവാ ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസർക്കുള്ളത് സീസർക്കും എന്ന് പറയുന്ന ഈ സങ്കല്പം മുസ്ലിം ലോകത്ത് വളരെ ഗൗരവത്തിൽ വളരെ ആസൂത്രിതമായി അടിച്ചേൽപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തിയിട്ടുണ്ട്. ആ ശ്രമം ഒരു പരിധിവരെ ആ കാലഘട്ടത്തിൽ വിജയിക്കുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. അതിൻ്റെ അലയൊലികൾ മുസ്ലിം സമൂഹത്തിൽ പല സ്വഭാവത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിലുള്ള ചെറുപ്പക്കാരെ ഈ ചിന്തകൾ വലിയ തോതിൽ ആകർഷിക്കപ്പെട്ടിട്ടുണ്ട്. മുസ്ലിം വിദ്യാർത്ഥികൾ മാത്രം പഠിക്കുന്ന കലാലയങ്ങളിൽ പോലും ഈ ചിന്തകളാൽ ദൈവം തന്നെ ഇല്ലാതാകുന്ന ദൈവനിഷേധത്തിൻ്റെതായ ഒരു ചിന്താഗതികൾ, അദ്ദീനുലില്ല വൽ വത്തനുലിൽ ജമീ എന്ന് പറയുന്ന ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസർക്കുള്ളത് സീസർക്കും എന്നതിനെ അറബിവൽക്കരിച്ചുകൊണ്ട് മുസ്ലിം രാജ്യങ്ങളിൽ വളരെ വ്യാപകമായി ആ കാലഘട്ടത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈജിപ്ഷ്യൻ പണ്ഡിതനായിരുന്ന അലി അബ്ദുർ റസീഖിൻ്റെ അൽ ഇസ്ലാമു വ ഉസൂലുൽ ഹുക്ം എന്ന് പറയുന്ന വളരെ കുപ്രസിദ്ധമെന്ന് പറയാൻ പറ്റുന്ന പുസ്തകം ഇസ്ലാമിൻ്റെ എല്ലാ ആന്തരിക ചൈതന്യത്തെയും ഇസ്ലാമിൻ്റെ സമ്പൂർണതയെയും അതിൻ്റെ സമഗ്രതയെയും വളരെ ഗൗരവത്തിൽ അതിനെ പിച്ച് ചീന്തപ്പെട്ട ഒരു ഗ്രന്ഥമായിരുന്നു യഥാർത്ഥത്തിൽ അൽ ഇസ്ലാമു വ ഉസൂലുൽ ഹുക്ം എന്ന് പറയുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ ഉൾപ്പെടെ ഇതുപോലെയുള്ള ഇത്തരം അദ്ദീനുലില്ല വൽ വത്തനുലിൽ ജമീ എന്ന് പറയുന്ന ആശയം വളരെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടപ്പോൾ ഡമാസ്കസ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ ആ കാലഘട്ടത്തിൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഒരു പ്രകടനം നടത്തുന്നുണ്ട്. ആ പ്രകടനത്തിൻ്റെ മുമ്പിൽ അവർ അള്ളാഹുവിൻ്റെ ഒരു രൂപവുമായിട്ടാണ് പ്രകടനം നടത്തുന്നത്. ആ പ്രകടനം അവസാനിക്കുന്നത് ആ രൂപത്തിന് തീ കൊളുത്തിക്കൊണ്ടാണ്. അള്ളാഹുവിൻ്റെ രൂപത്തിന് തീ കൊളുത്തിക്കൊണ്ട് അവർ പ്രഖ്യാപിക്കുന്നുണ്ട്, മാ അള്ളാഹ് മാത്തല്ലാഹു മിൻ ഖബൽ. നിങ്ങൾ ഏത് അള്ളാഹുവിനെ കുറിച്ചാണ് പറയുന്നത്? നിങ്ങൾ പറയുന്ന അള്ളാഹു എന്നോ മരിച്ച് മണ്ണായിരിക്കുന്നു. ഇനി അള്ളാഹു എന്ന് പറയുന്ന ആ സങ്കല്പത്തിന് ഒരു പ്രസക്തിയുമില്ല. അള്ളാഹു മയ്യിത്തുൻ,
അള്ളാഹു യബ്ഖ മയ്യിത്തൻ നഹ്നു ഖതൽനാഹു എന്ന് പറയുന്ന മുദ്രാവാക്യം വിളിക്കുന്ന, അള്ളാഹു മയ്യിത്തായിരിക്കുന്നു, അള്ളാഹു മയ്യിത്തായിക്കൊണ്ടേയിരിക്കും, ആ അള്ളാഹുവിനെ ഞങ്ങൾ കൊന്നിരിക്കുന്നു എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് മുസ്ലിം വിദ്യാർത്ഥികൾ ക്യാമ്പസുകളിൽ ദൈവനിഷേധത്തിൻ്റെ പ്രവണതകൾ പ്രകടിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണത്. അന്ന് രൂപീകരിക്കപ്പെട്ട പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും മുദ്രാവാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ബഅസ് പാർട്ടി എന്ന് പറയുന്ന അന്നുണ്ടായിരുന്ന ആ പാർട്ടി ഒരു കാലത്ത് കമ്മ്യൂണിസത്താൽ ആകർഷിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് ബഅസ് പാർട്ടി. ആ ബഅസ് പാർട്ടി ഒരു കാലത്ത് ഉയർത്തിയ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഷഫീഖ് അൽ കാമിലി എന്ന് പറയുന്ന അവരുടെ കൂട്ടത്തിലെ ഒരു കവി എഴുതിയ ഒരു കവിതയാണ്. ആമൻതു ബിൽ ബഅസി റബ്ബ വബിൽ അറൂബത്തി ദീന വസലാമുൻ അലാ കുഫ്രിൻ യുവഹിദു ബൈനന വഅഹ്ലൻ വസഹ്ലൻ ബഅദഹു ബിജഹന്നം എന്ന മുദ്രാവാക്യം വിളിക്കുമ്പോൾ ആമൻതു ബിൽ ബഅസി റബ്ബ, ഞങ്ങളുടെ റബ്ബ് ബഅസ് പാർട്ടിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വബിൽ അറൂബത്തി ദീന, ഞങ്ങളുടെ ദീൻ എന്ന് പറയുന്നത് അറേബ്യൻ ദേശീയതയാണ്. വസലാമുൻ അലാ കുഫ്രിൻ യുവഹിദു ബൈനന, ഞങ്ങളെ പരസ്പരം ഐക്യപ്പെടുത്ത് ഏകോപിപ്പിച്ച് നിർത്തുന്നത് കുഫറാണെങ്കിൽ ആ കുഫറിന് സമാധാനമുണ്ടാകട്ടെ. വ അഹ്ലൻ വസഹ്ലൻ ബഅദഹു ബിജഹന്നം, അങ്ങനെ കുഫർ സ്വീകരിച്ചുകൊണ്ട് നരകത്തിൽ പോകേണ്ടി വന്നാൽ ആ നരകത്തിന് സ്വാഗതം. ഇങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ മുസ്ലിം സമുദായത്തിനകത്ത് രൂപപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ലോഗനായി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു സാമൂഹിക അന്തരീക്ഷം ഇസ്ലാമിന് എത്രമാത്രം വലിയ പരിക്ക് പറ്റിയിട്ടുണ്ടാകും എന്ന് ഈ ഉദാഹരണങ്ങളിലൂടെ മാത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അന്നത്തെ ബഗ്ദാദിനെ കുറിച്ച് പറയുന്നൊരു വർത്തമാനമുണ്ട്. അഥവാ ബഗ്ദാദ് ടൗണിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ പള്ളികളിൽ നിന്ന് മിനാരത്തിൻ്റെ മുകളിൽ നിന്ന് ബാങ്കുലികൾ ഒരുപക്ഷെ മുഴങ്ങുന്നുണ്ടാവും. ആ ബാങ്ക് കേട്ട് നിങ്ങൾ തൽക്കാലം എവിടെ നിന്നെങ്കിലും നിസ്കരിക്കണമെന്ന് വിചാരിച്ചാൽ എങ്ങോട്ടാണ് ഖിബ്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ ഒരു ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിക്കും. സംശയം തോന്നി വേറെ ഒരാളോട് ചോദിച്ചാൽ മറ്റൊരു ഭാഗം ചൂണ്ടിക്കാണിച്ചു തരും. എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഖിബ്ല എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത വിധം ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാന ആരാധനാകർമ്മമായ സ്വലാത്ത് എന്ന് പറയുന്ന ഇബാദത്തിൽ നിന്ന് പോലും മാറിപ്പോയ ഒരു മുസ്ലിം സമുദായം ആ കാലഘട്ടത്തിൽ ഉണ്ടായി എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ഇത് യൂറോപ്യൻ അധിനിവേശത്തിൻ്റെ ഭാഗമായി മുസ്ലിം രാജ്യങ്ങളിലുണ്ടായ മതപരമായ ഒരു അധിനിവേശത്തിൻ്റെ ഭാഗമായി ഉണ്ടായ വ്യതിചലനത്തിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങളാണ്. ഇത് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്തും ഇതുപോലെയുള്ള ആശയങ്ങൾ വളരെ വ്യാപകമായ സ്വഭാവത്തിൽ പ്രചരിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് നിരന്തരമായി ചിന്തിച്ചിരുന്ന ഏതൊരു വ്യക്തിയെയും സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ ഖുർആൻ്റെയും സുന്നത്തിൻ്റെയും ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളുടെയും ചരിത്ര യാഥാർത്ഥ്യങ്ങളുടെയും അതേപോലെ തന്നെ മുജദ്ദിദുകളായ ചരിത്രത്തിൽ നവോത്ഥാന നായകന്മാരായി അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങൾ നടത്തിയ വിപ്ലവകരമായ പ്രവർത്തനങ്ങളുടെയും ഇമാമുകളുടെയും നേതാക്കന്മാരുടെയും എല്ലാം ഒരു പ്രവർത്തനങ്ങളും അവരുടെ ചരിത്രവും വായിച്ചെടുത്തു കഴിഞ്ഞാൽ യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന വ്യക്തിത്വങ്ങൾ ഏറ്റെടുക്കേണ്ട ദൗത്യം എന്താണോ ആ ദൗത്യമാണ് 20-ാം നൂറ്റാണ്ടിൽ സയ്യിദ് അബുൽ അല മൗദൂദി ഏറ്റെടുത്തുകൊണ്ട് ഇസ്ലാമിൻ്റെ യഥാർത്ഥ മുഖം വികൃതമാക്കപ്പെട്ടപ്പോൾ ആ മുഖത്തെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുവാനുള്ള നിരന്തരമായ ശ്രമങ്ങളാണ് ആ കാലഘട്ടത്തിൽ സയ്യിദ് മൗദൂദി നടത്തിയത് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിക ലോകം അദ്ദേഹത്തെ 20-ാം നൂറ്റാണ്ടിൻ്റെ മുജദ്ദിദ് 20-ാം നൂറ്റാണ്ടിൻ്റെ നവോത്ഥാന നായകൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ അഥവാ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതൽ അദ്ദേഹം നടത്തിയ ആ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയ അദ്ദേഹം പിന്നെ ജനങ്ങളോട് പറയാൻ ശ്രമിച്ച ഒരുപാട് ആശയങ്ങളുണ്ട്. അത് അദ്ദേഹം പുതുതായി കണ്ടെത്തിയ എന്തോ ഒരു ആശയമല്ല, മറിച്ച് ഒരു സന്ദർഭത്തിൽ ചരിത്രപരമായ കാരണങ്ങളാൽ മുസ്ലിം സമുദായത്തിനും ഇസ്ലാമിനും നഷ്ടപ്പെട്ടുപോയ മുഖമെന്തായിരുന്നു ആ മുഖത്തെ തിരിച്ചു പിടിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ നിരന്തരമായ ശ്രമങ്ങളുടെ ഒരു റിസൾട്ടായിട്ടാണ് 1941 ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിൽ ഒരു ഇസ്ലാമിക പ്രസ്ഥാനം രൂപകൽപ്പന നടത്തുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഇസ്ലാമിക പ്രസ്ഥാനം ഏതെങ്കിലും ഒരു സംഘടനയെ തോൽപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പ്രസ്ഥാനമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൂട്ടരെ നശിപ്പിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയ പ്രസ്ഥാനമല്ല, മറിച്ച് ഇസ്ലാമിൻ്റെ നഷ്ടപ്പെട്ടു പോയ മുഖം തിരിച്ചു പിടിക്കുക എന്ന് പറയുന്ന അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘം ഈ രാജ്യത്ത് അനിവാര്യമായും ആവശ്യമുണ്ട് എന്ന കൃത്യമായ കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തിന് രൂപകൽപ്പന നടത്തുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും.
അതിൻ്റെ മറ്റു വിശദാംശങ്ങൾ മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് പറയാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.